ഹലോ ഡിയർ ക്ലീ ആസ്പിരൻസ്. ഇപ്പം നമ്മൾ ക്ലീ ആസ്പിരൻസ് എന്ന് പറഞ്ഞാൽ പോരാ, 2025 ക്ലീ ആസ്പിരൻസ് ആണ്. 2025 ക്ലീയിൽ തന്നെ നിങ്ങൾക്ക് മികച്ച വിജയം ലഭിക്കണം, നിങ്ങൾക്കത് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടാണ് കഴിഞ്ഞ 5 ദിവസമായി ജോബ് സെക്യൂർ ലോ എമിനൻസ് ഷെയറിംഗ് വെരി വാല്യുബിൾ വീഡിയോസ് വിത്ത് യു. വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു റിവിഷന് നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ലീഗലിലെ ചോദ്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തെ ചോദ്യങ്ങൾ വെച്ച് നോക്കിക്കൊണ്ട് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് ചോദ്യം പഠിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. വളരെ ഹാപ്പിയോടെ, വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്ന ആഗ്രഹത്തോടെ, നമ്മളെ വാച്ച് ചെയ്യുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗുണമാകണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഈ ഫർദർ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ്റെ ഒരു ലാസ്റ്റ് ഫ്യൂവലിംഗ് അപ്പായിട്ട് ജോബ് സെക്യൂർ ലോ എമിനൻസ് ഈസ് ഓഫറിംഗ് യു എ ഫ്രീ ഓൾ കേരള മോക്ക് ടെസ്റ്റ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു സുവർണാവസരമാണ്. തൊട്ടടുത്ത ദിവസം വരാൻ പോകുന്ന ഒറിജിനൽ പരീക്ഷയുടെ മുന്നേ തന്നെ നമുക്ക് റിയൽ ആയിട്ടുള്ള ഓൾ കേരളയിൽ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക, ഇത് രജിസ്റ്റർ ചെയ്യുക, ഇത് ഉപയോഗപ്പെടുത്തുക. സോ ഓൾ ടുഗെദർ വി ആർ വെരി ഗ്ലാഡ്. ലാസ്റ്റ് കുറേ ദിവസങ്ങളായി കുട്ടികളോട് നമ്മൾ ഷെയർ ചെയ്യുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്സ് ആണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ലീഗൽ ഏരിയയിൽ, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഏരിയയിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വ്യത്യസ്ത സബ്ജക്റ്റുകളിലെ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു ലൈവ് മോക്ക് നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ വരും ദിവസങ്ങളിൽ നാളെ നമ്മൾ കൃത്യമായ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അപ്പോൾ വരാൻ സാധ്യതയുള്ള ലീഗലിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ, അതിൽ വളരെ ലൈറ്റായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, എന്നാൽ ചിലത് കുറച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തിൽ കാണാതെ പോയ, അതായത് അതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് അറിയാതെ പോയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് വളരെ പോസിബിളായ, സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല, ദ ക്വസ്റ്റ്യൻ ഈസ് വെരി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ദി ഹൗസസ് പ്രൊവൈഡഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിളിലാണ് ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് വിളിച്ചു ചേർക്കാൻ പറ്റുക? നിങ്ങൾ ഉത്തരം ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് നോക്ക് ഏതാ ഉത്തരം എന്നുള്ളത്. വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 108 ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ഹൗസ് പെർമിസിബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ്, ഹൂ ക്യാൻ സമൺ ജോയിൻറ്റ് സിറ്റിംഗ്? ശ്രദ്ധിച്ച് കേൾക്കണം. ഹൂ ക്യാൻ സമൺ ജോയിൻറ്റ് സിറ്റിംഗ്? ഉത്തരം പ്രസിഡന്റ് ആണ്. ഹൂ വിൽ പ്രിസൈഡ് സച്ച് എ ജോയിൻറ്റ് മീറ്റിംഗ്? പലപ്പോഴും മാറിപ്പോകാറുണ്ട്. പ്രിസൈഡിങ് വിൽ ബി ദ സ്പീക്കർ ഓഫ് ലോക്സഭ. അപ്പോൾ സഭ വിളിച്ചു ചേർക്കാനുള്ള പവർ പ്രസിഡന്റിനാണ്. അതാണ് ആർട്ടിക്കിൾ 108 അദ്ദേഹം യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ സഭയുടെ അധ്യക്ഷൻ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ, പ്രസിഡന്റ് സഭയിലെ അംഗമല്ല, സഭയുടെ അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല. പ്രസിഡന്റ് ക്യാൻ ഓൺലി സമൺ ഇറ്റ്. സഭയുടെ അധ്യക്ഷനാവുക ലോക്സഭ സ്പീക്കറാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ 2-3 ഉത്തരങ്ങളാണ് പഠിക്കുന്നത്. അടുത്തത് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്നാൽ നമ്മൾ ബൈഹാർട്ട് പഠിച്ച ഒരു ആർട്ടിക്കിൾ 14 എന്തിനെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ചിലപ്പോൾ ഇതിന് ഉത്തരം കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. എല്ലാവർക്കും ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ചാണൊക്കെ അറിയുന്നുണ്ടാവും. അതല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 14 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രൊഹിബിറ്റ് ആണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതിൽ സാധ്യമായത് എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം മനസ്സിൽ വരുന്നുണ്ടോ? ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ഇറ്റ് പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വരുന്നുണ്ടാവും. പക്ഷെ ഇതിന് ഉത്തരം അറിയണമെങ്കിൽ ആർട്ടിക്കിൾ 14 ഉണ്ടെങ്കിൽ പോലും സാധ്യമായത് ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഡി ആണ്. ബിക്കോസ് റീസണബിൾ ക്ലാസിഫിക്കേഷൻ ഈസ് പോസിബിൾ. ഇത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് റീസണബിൾ ക്ലാസിഫിക്കേഷൻ നടക്കുമെന്ന് പറയുന്നത്. ഈവൻ ദോ ദർ ഈസ് ആർട്ടിക്കിൾ 14, അതായത് വിച്ച് പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓർ വിച്ച് എൻഷുവേഴ്സ് ഈക്വാലിറ്റി. നമുക്കിവിടെ സംവരണ നിയമങ്ങളില്ലേ? ആ സംവരണ നിയമത്തിൽ റീസണബിൾ ക്ലാസിഫിക്കേഷൻ, ഒരു ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻ പോസിബിൾ ആണ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ആർട്ടിക്കിൾ 14 പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഈസ് പോസിബിൾ. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 14 അർത്ഥം എന്താണ് എന്ന് ബൈഹാർട്ട് പഠിച്ചാൽ പോരാ.
ആർട്ടിക്കിൾ 14 ഉണ്ടെങ്കിൽ പോലും ദർ ഈസ് പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് പെർമിസിബിൾ ടു ഹാവ് റീസണബിൾ ക്ലാസിഫിക്കേഷൻ. ഇൻ അനദർ വേ, കീപ്പ് ഇൻ മൈൻഡ്, പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ഈസ് ഓൾസോ പെർമിസിബിൾ. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൻ്റെ റൂട്ട് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ആംഗിൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ നല്ലൊരു വളരെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല, എന്നാലും ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് വിച്ച് പ്രിവെൻറ്റഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഒരു പാർട്ട് ഓഫ് അവർ സൊസൈറ്റി ആയിരുന്നു. ഫീമെയിൽ ഫീറ്റിസൈഡ്, ഭ്രൂണഹത്യ തടയുന്ന നിയമം ഇതിൽ ഏത് കേസിലാണ് വന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എലിമിനേഷൻ പ്രോസസ്സിന് പോയാൽ പോലും ഇതിൽ ഉത്തരം അത്ര എളുപ്പം കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ, നമ്മൾ അങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച ലിസ്റ്റിൽ പോലും ഇത് വരാൻ സാധ്യതയില്ല. ഇതിൻ്റെ ആൻസർ സി ആണ്. സെൻറ്റർ ഫോർ ഹെൽത്ത് ആൻഡ് അലൈഡ് തീംസ് അതിനെക്കുറിച്ച് നടത്തുന്നൊരു NGO ആണ് സുപ്രീം കോടതിയിൽ നിന്ന് ചരിത്ര പ്രധാനമുള്ള ഈ ഒരു വിധി വാങ്ങിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൻ യു സ്കാൻ ഇപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു പ്രഗ്നൻറ്റ് ലേഡിയെ സ്കാൻ ചെയ്യേണ്ടി വരാം. പക്ഷെ പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടില്ലേ, ലിംഗനിർണയം ഇവിടെ നടത്തുന്നതല്ല, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞു കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം വളരെ കൂടുതലാണ്. കാരണം പെൺകുട്ടിയാണെങ്കിൽ അബോർഷന് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്. മെഡിക്കൽ പർപ്പസിനല്ലാതെ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തരുത്. അപ്പോൾ ഇതൊരു നമ്മളെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു സൈറ്റേഷൻ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. പ്രമാദമായ സുപ്രീം കോടതി വിധികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെൻമെൻറ്റ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മൾക്ക് വളരെ അറിയുന്നൊരു ചോദ്യമാണ്. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇതിൽ എന്താണ് ചെയ്തത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ഏത് ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഡിലീറ്റ് ചെയ്ത് പോയത് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് പോയത്? ഓർമ്മയുണ്ടോ? സോ ആൻസർ ഇതിൽ വരുന്നത് ആൻസർ ബി ആണ്. ആർട്ടിക്കിൾ 31 വാസ് ഡിലീറ്റഡ് ആൻഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നൗ ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 300A ഒരു ലീഗൽ റൈറ്റായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. വളരെ എന്താ പറയുക, മാറ്റി ഞാൻ നിങ്ങളോടൊരു ചോദ്യമായി ചോദിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ 44th അമെൻമെൻറ്റിൽ എന്തൊക്കെയാണ് പ്രധാനമായി പറഞ്ഞത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കിൾ 31 റിമൂവ് ചെയ്തു, എന്നാൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 300A. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഉള്ള അറിവ് വെച്ചിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. രാജ്യസഭയുടെ മണി ബില്ലിന് മുകളിലുള്ള ഒരു എത്രത്തോളം പവർ ഉണ്ട് എന്നതാണ് ചോദ്യം. വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദ രാജ്യസഭ റിഗാർഡിംഗ് ദ മണി ബിൽ? രാജ്യസഭയ്ക്ക് മണി ബില്ല് റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ? രാജ്യസഭയ്ക്ക് മണി ബില്ല് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. മണി ബിൽ ക്യാൻ ഓൺലി ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണം. ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ലിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ ചോദ്യം ആ ബൈഹാർട്ട് പഠിച്ച സാധനമൊന്നുമില്ല. ഇതിൻ്റെ ആൻസർ വരിക സി ആണ്. മാക്സിമം രാജ്യസഭ ക്യാൻ വിത്ത്ഹോൾഡ് ദറ്റ് ഓർ സജസ്റ്റ് ഫോർ സം റെക്കമെൻഡേഷൻസ് ആൻഡ് ഇൻ 15 days ഇറ്റ് ഹാസ് ടു ബി സെൻഡ് ബാക്ക്, or rather in 14 days it will become money will get automatically passed. ശ്രദ്ധയിൽ വേണ്ട സംഗതി ഇത്രയേ ഉള്ളൂ, രാജ്യസഭയ്ക്ക് മണി ബില്ലിൻ്റെ മുകളിൽ കാര്യമായ നിയന്ത്രണമില്ല. അതുകൊണ്ടാണ് അതിനെ മണി ബില്ലായി ലോക്സഭാ സ്പീക്കർ സർട്ടിഫൈ ചെയ്യുന്നതും ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. ഇതൊരു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഏത് കേസിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കനോട്ട് ബി അമെൻഡഡ് എന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതേതാണെന്ന് അറിയോ ഉത്തരം? ഇൻ വിച്ച് കേസ് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കനോട്ട് ബി അമെൻഡഡ്? ദാറ്റ് വാസ് ദ ഏർലിയർ വ്യൂ. പിന്നീടാണ് നമുക്ക് ബേസിക് സ്ട്രക്ചർ തിയറിയൊക്കെ വന്നത്. ഇതിൻ്റെ ആൻസർ മൈ ഫ്രണ്ട്സ് ഗോലക്നാഥ് കേസ് എന്നതാണ്. പക്ഷേ ഇത് ചോദിച്ചത് വേറൊരു രീതിയിലാണ്. ഈ കേസ് ഏത് കേസിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യണം എന്ന് പറഞ്ഞത്? അത് നല്ലോണം ആ ജഡ്ജ്മെൻറ്റിനെ ഒന്ന് കൃത്യമായി വായിച്ചാലേ അർത്ഥം മനസ്സിലാവുള്ളൂ. ഗോലക്നാഥ് കേസിൽ പറഞ്ഞു പാർലമെൻറ്റ് കനോട്ട് അമെൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓർ പാർട്ട് 3. അത് തൊടാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പാർട്ട് 3 അഥവാ അമെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നാണ് കോടതി അതിൽ നിരീക്ഷിച്ചത്? വീണ്ടും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് പാർട്ട് 3യുടെ അമെൻമെൻറ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇൻ എ വേ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഇൻ വിച്ച് കേസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കനോട്ട് ബി അമെൻഡഡ് എന്ന് ചോദിച്ചു. അത് ഏത് കേസാണെന്ന് വെച്ചാൽ നിങ്ങൾ ഗോലഖ്നാഥ് കേസ് എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെ ഒരു പൊടി ലെവൽ കൂട്ടിയിട്ട് പറയുകയാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ജോബ് സെക്യൂറിലെ ഫാക്കൽറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻപുട്ട് അതാണ്. ഒരു ക്വസ്റ്റ്യനെ പ്ലെയിനായിട്ട് നോക്കിയാൽ പോരാ, അഥവാ അതിനെ ഒന്ന് അങ്ങോട്ട് തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാനും കൂടെ പറ്റണം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യനെ ചെറുതായിട്ട് ഒന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, ആർട്ടിക്കിൾ 368 അമെൻമെൻറ്റ് പ്രൊവിഷനാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അമെൻമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. ഏത് അമെൻമെൻറ്റിലാണ് പാർലമെൻറ്റിൻ്റെ അമെൻഡ് ചെയ്യാനുള്ള പവറിനെ ഒന്നും കൂടെ റീഇൻഫോഴ്സ് ചെയ്തത്? ഇതാണ് സിമ്പിൾ ഈ ചോദ്യം. ഏത് അമെൻമെൻറ്റിലാണ് ആർട്ടിക്കിൾ 368ൻ്റെ പവർ ഒന്നും കൂടെ അസേർട്ടീവ് ആക്കിയത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 24th അമെൻമെൻ്റ് ആണ്. ആഫ്റ്റർ 24th അമെൻമെൻറ്റ് വന്ന ഇതെന്താണ്? എൻ അമെൻമെൻറ്റ് പ്രൊവിഷനിൽ പ്രസിഡൻറ്റ് ഒപ്പ് വെച്ചേ പറ്റൂ. പ്രസിഡൻറ്റിന് അതിന് മുകളിൽ ഡിസെൻഡ് ചെയ്യരുത് എന്ന് അസേർട്ട് ചെയ്ത് വന്നത് ഈ ഒരു അമെൻമെൻറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സ്വഭാവം മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ 24th അമെൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ചോദ്യം വന്നപ്പോൾ എന്തായി? ആർട്ടിക്കിൾ 368 ഇഫ് സച്ച് എൻ അമെൻമെൻറ്റ് ഈസ് പ്രസൻറ്റഡ് ബിഫോർ ദ പ്രസിഡൻറ്റ് ഒപ്പുവെക്കണം എന്ന് വന്നത് ഈ 24th അമെൻമെൻറ്റിലാണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഗിവൺ ദറ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പവർ, ഒരു അസേർട്ടീവ് പവർ 368ന് കൊടുത്തത് ഈ അമെൻമെൻറ്റിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്, നിങ്ങൾക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ആർട്ടിക്കിൾ 16(1). അപ്പോൾ 16(1) എന്ന് പറയുമ്പോൾ നമുക്ക് 14, 15, 16 എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർമ്മ വേണം. 16 എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഓർമ്മയുണ്ടോ? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലെ ഈക്വാലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ എന്താണ് ഉറപ്പ് വരുത്തുന്നത്? ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ആർട്ടിക്കിൾ 16(1)ൽ എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, 14 to 18 എന്ന ബ്ലോക്ക് അങ്ങനെ പഠിക്കുക. 19 to 22 എന്നതൊർ ബ്ലോക്കാണ് ഫ്രീഡം, അതങ്ങനെ പഠിക്കുക. 23, 24 എഗെയിൻ ലൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇങ്ങനെ വേണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിക്കാൻ. അങ്ങനെ ഒരു ഒറ്റ സെഷനോടൊക്കെ തന്നെയാണ് നമ്മളുടെ കുട്ടികൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന വലിയ ഘനം തോന്നുന്ന ഒരു ടോപ്പിക്കിനെ സിമ്പിളായിട്ട് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ആർട്ടിക്കിളിലെ സബ് ക്ലോസ് വെച്ച് ചോദിക്കുമ്പോൾ യു വിൽ ഹാവ് ടു ബി വെരി ക്ലിയർ. ഈക്വാലിറ്റി എന്നൊന്നും എഴുതിയാൽ പോരാ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലീഗൽ GK ക്വസ്റ്റ്യൻ ആണിത്. പഞ്ചായത്ത് രാജ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇയർ 1959. പഞ്ചായത്ത് രാജ് എന്ന കോൺസെപ്റ്റാണ്, പഞ്ചായത്ത് രാജ് ആക്ട് അല്ല കേട്ടോ ചോദിച്ചത്. അവിടെയാണ് നിങ്ങൾക്ക് തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. പഞ്ചായത്ത് രാജ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1959. ഓക്കെ, ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസ് റൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് ചോദിച്ചത്. ഫ്രീഡം ഓഫ് റിലീജിയനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഗ്രൗണ്ട് ഏതാണെന്ന് ഓർത്താൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മതാചാരം മൊറാലിറ്റിക്ക് എതിരാണെങ്കിൽ അത് ശരിയാവില്ല. പബ്ലിക് ഓർഡറിനെതിരാണെങ്കിൽ അത് ശരിയല്ല. ഹെൽത്തിനെതിരാണെങ്കിൽ അത് ശരിയല്ല. അപ്പോൾ ഇറ്റ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ഓൺ A, B and C, ബട്ട് യു കാൺട്ട് റെസ്ട്രിക്റ്റ് റിലീജിയസ് ഫ്രീഡം ഓൺ ഓപ്ഷൻ D. അപ്പോൾ ഇതിൻ്റെ ആൻസർ മെജോറിറ്റി ഇൻട്രസ്റ്റ് എന്നാണ്. ശ്രദ്ധിക്കണം, ഒരു ഭൂരിപക്ഷം സമുദായത്തിന് ഈ മതമാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് മറ്റേ മതങ്ങളുടെ താല്പര്യങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ചോദ്യം ശ്രദ്ധിക്കണേ. കനോട്ട് ബി റെസ്ട്രിക്റ്റഡ് ആണ് ചോദിച്ചത്. ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് എന്നാണ് ചോദിച്ചാൽ എന്താ ആൻസർ? A, B and C. ദാറ്റ് ഈസ് ഹൗ സ്പെസിഫിക്കലി ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ വളരെ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഗവർണർ കോൺട്രവേഴ്സി നിൽക്കുന്ന പോലെ പ്രസിഡന്റിനെ എപ്പോഴും പ്രൈം മിനിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ് എന്നാണ് ചോദ്യം. പഠിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 78 പ്രൊവൈഡ്സ് ദാറ്റ് ദർ ഷാൽ ബി പീരിയോഡിക്കൽ റിവ്യൂ. അതായത് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും തമ്മിലൊരു ഹെൽത്തി റിലേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ആണ് ഭരണഘടന എക്സ്പെക്ട് ചെയ്യുന്നത്. ആരാണ് മൂപ്പൻ എന്ന് തർക്കം വരരുത്. സോ ആർട്ടിക്കിൾ 78 മാൻഡേറ്റ്സ് ദാറ്റ് ഇൻഫർമേഷൻ ഹാസ് ടു ബി പാസ്ഡ് ഓൺ ടു ദ പ്രസിഡന്റ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ അല്ല, എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ചോദ്യം വന്നാൽ
നിങ്ങൾ എന്താണ് ചെയ്യുക, നിങ്ങളത് ഊഹിക്കുമോ അതോ സ്കിപ്പ് ചെയ്യുമോ, അതൊക്കെ ഈ ഒരു സീരീസ് കാണുമ്പോൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ. 8th ഷെഡ്യൂളുകളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് 8th ഷെഡ്യൂൾ സ്പീക്സ് അബൌട്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു ഷെഡ്യൂളിൻ്റെ ചോദ്യം മാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്, പ്രധാനപ്പെട്ട ഷെഡ്യൂളുകൾ ഏതാണ്, ഏതിൽ ഏത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് അഥവാ വരികയാണെങ്കിൽ നമ്മൾ എല്ലാ ഷെഡ്യൂളും നോക്കിപ്പോയാൽ ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് ഒറ്റ ക്വസ്റ്റ്യനേ വരുള്ളൂ. സോ അവർ വിഷീസ് നിങ്ങൾ ആരും അത്തരം ക്വസ്റ്റ്യൻസ് മിസ്സാക്കരുത്. ഓക്കെ. സോ ലുക്കിംഗ് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എന്തിനെ കുറിച്ചാണ് എന്ന് ചോദ്യം വായിക്കുമ്പോൾ പിടികിട്ടുന്നുണ്ടോ? സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് ലോ ഇൻ ദ കൺട്രി. അതറിയാലോ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് അപ്പലേറ്റ് കോർട്ട്. ഇറ്റ് ഈസ് ദ ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു വിധി എന്തായി മാറും? സുപ്രീം കോടതിയുടെ ഒരു വിധി നിയമമായി മാറും. അത് വേറൊരു വശം. സുപ്രീം കോടതിയുടെ ഒരു വിധി ഈസ് ബൈൻഡിങ് ഓൺ ഓൾ അതർ കോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മറ്റെല്ലാ കോടതികളും ആ വിധിയെ പിന്നെ മാനിക്കണം. അത് ഏത് ഇതിലാണ് വരുന്നത്? അതിനാണ് നമ്മൾ പ്രീസിഡൻഷ്യൽ എഫക്റ്റ് എന്ന് പറയുക. അതിൻ്റെ മറ്റൊരു അർത്ഥമാണ് സ്റ്റാരെ ഡെസിസിസ്, ലെറ്റ് ദ ഡിസിഷൻ സ്റ്റാൻഡ്. സുപ്രീം കോടതി പറഞ്ഞ ഇതാണെങ്കിൽ അത് താഴെ കോടതിയിലേക്ക് ബൈൻഡിങ് ആണ് എന്ന് വരുന്നത് ആർട്ടിക്കിൾ 141 പ്രകാരമാണ്. പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം 10-15 ക്വസ്റ്റ്യനും അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു 10-12 മറ്റ് പോയിന്റുകളുമാണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം ശരി തന്നെ, നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടാവാം, കുറേ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷെ വേർ വി സ്റ്റാൻഡ് എക്സാക്ട്ലി ബിഫോർ ദ റിയൽ എക്സാം ഹാപ്പൻസ്, അത് അറിഞ്ഞിരിക്കുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ അതറിയാൻ ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം ഒരുക്കുന്ന ഒരു സുവർണാവസരമാണ് ഇന്ന് നടക്കുന്ന ഓൾ കേരള മോക്കിൽ. ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ ഈ QR കോഡ് ഉപയോഗിച്ചിട്ടോ താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ മോക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു മോക്ക് എടുക്കുന്നതിൻ്റെ ഗുണം എന്താ? യു ക്യാൻ റിയലി അസസ് യുവർ സെൽഫ്. എന്നിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഏരിയ ഓഫ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് പരീക്ഷയുടെ സ്ട്രാറ്റജി മാറ്റാം. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. വളരെ സന്തോഷത്തോടെയാണ്, വളരെ താങ്ക്ഫുള്ളിയാണ് ഞാൻ ജോബ് സെക്യൂർ ടീമിൻ്റെ എൻ്റെ എൻ്റയർ ഫാക്കൽറ്റി ടീമിനോട് താങ്ക്സ് പറയുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായി ഒരുപാട് ആശയങ്ങളും ഒരുപാട് ഉപകാരപ്രദമായ സംഗതികളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് ഈ ഓൾ കേരള മോക്ക്. അത് കൂടാതെ നാളെ നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ ഈ മോക്കിൽ നടന്ന ക്വസ്റ്റ്യൻസും അതുകൂടാതെ ഗുണകരമായ മറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ടാഗ് ലൈൻ തന്നെ നേർച്ചറിങ് കരിയേഴ്സ് ഇൻ ലോ എന്നാണ്. അപ്പോൾ നിയമപഠന മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം സാധ്യമായ സഹായങ്ങളാണോ നൽകാൻ ആഗ്രഹിക്കുന്നത്, അത് നൽകാനാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസവുമായി നിങ്ങളുമായിട്ട് കൂടെ നിന്നത്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എടുക്കുകയും നാളത്തെ ലൈവ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്താൽ എനിക്ക് ഉറപ്പാണ് വരാൻ പോകുന്ന ക്ലീ എക്സാമിലെ വളരെ നല്ല സ്കോറിലേക്ക് നിങ്ങൾക്ക് വരാനാകും. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിന് ഇനി സമയം കുറഞ്ഞു പോയി, ഇനി സമയമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഉള്ള സമയം നന്നായി ഉപയോഗപ്പെടുത്തുക. ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് കോഴ്സ്, ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് ലോ കോളേജ്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്.